ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ വേസ്റ്റാക്കി കളയുന്ന എഗ്ഷെല്ല് വെച്ചിട്ടാണ് ഇന്നത്തെ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് പോകാം. ഈ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് മുട്ടത്തോട് എടുക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ നടുകെ മുറിച്ചിട്ടുള്ള മുട്ടത്തോടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്നും കൂടെ ഒന്ന് ലെവലാക്കി കൊടുക്കണം. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ മുറിച്ചെടുത്താൽ മതി. ഇനി ഇങ്ങനെ നമ്മളെടുത്ത് എഗ്ഷെല്ല് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ അക്രലിക് പെയിൻ്റാണ് ഉപയോഗിക്കുന്നത്. ഓറഞ്ച് കളറുള്ള പെയിൻ്റാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു കോട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നല്ല കട്ടിയുള്ള അക്രലിക് പെയിൻ്റ് ആയിരുന്നു. അതുകൊണ്ട് ഒരു കോട്ട് മാത്രം കൊടുത്താൽ മതി. ഇങ്ങനെ കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വെയിലത്ത് വെച്ചൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നിൽക്കണം. ഈ മുട്ടത്തോടിൻ്റെ പുറം സൈഡിൽ നമ്മൾ ഈ ഒരു ഓറഞ്ച് കളർ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒരുമിച്ച് ചെയ്തിട്ട് നമ്മളൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചാലും മതി. അപ്പോൾ ഈ മുട്ടത്തോട് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു ജോലി കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ലൈനിങ്ങിൻ്റെ റോള് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കാർഡ്ബോർഡാണ്. പിന്നെ ഒരു യെല്ലോ ആൻഡ് ബ്രൗൺ കളറിലുള്ള അക്രിലിക് പെയിൻറ്റ് കൂടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു കാർഡ്ബോർഡിന് പകരമായിട്ട് നമ്മൾ സാധാരണ ബോക്സിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ചട്ടക്കടലാസ് എടുത്താലും മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാൻവാസ് വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ കംപ്ലീറ്റ് വേസ്റ്റ് കൊണ്ട് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ രണ്ട് കളർ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മുഴുവനായിട്ട് കൊടുക്കുന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് വിട്ട് നിന്ന് കാണുമ്പോൾ ഒരു കോഫി പെയിൻറ്റ് ചെയ്ത ഒരു ലുക്ക് കിട്ടും. ഈ ഒരു കാർഡ്ബോർഡിൻ്റെ അടിഭാഗത്ത് ഒരു 4 ഇഞ്ചോളം വീതിയിൽ ഇങ്ങനെ അടുപ്പിച്ചായിട്ട് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. സ്പോഞ്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബേസായിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള 3/4 ഭാഗത്തോളം ഭാഗത്ത് നമ്മൾ ഈ ഒരു പെയിൻറ്റ് തന്നെ ഇങ്ങനെ ചുമ്മാ അങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് പെയിൻറ്റ് ചിലവാകില്ല. ആ ഒരു നല്ല ടെക്സ്ചറായിട്ടൊന്ന് ഫീൽ ചെയ്യുകയും ചെയ്യും. ഇനി ഇതൊന്ന് ഡ്രൈ ചെയ്യുന്നത് വരെ ഒന്നും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഈ മുട്ടത്തോടൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഇത് വെയിലത്തായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് 4 ഭാഗത്തേക്കും ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു ഓറഞ്ച് കളറിന് കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് കളർ തന്നെ കൊടുത്തത്. ഇഷ്ടമുള്ള കളർ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ബ്ലാക്ക് പെയിൻറ്റും കൂടെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററിൽ ഒരു ഷോക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫാബ്രിക് ഗ്ലൂ ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു തെർമോക്കോളിൻ്റെ ബീഡ്സും കൂടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു വൈറ്റ് കളറും ബ്ലാക്കും അതുപോലെ തന്നെ ഒരു ഓറഞ്ചൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു തെർമോക്കോൾ ബീഡ്സിന് പകരമായിട്ട് നമ്മുടെ പഴയ മാലയുടെ മുത്തൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. ഇനി നമ്മൾ സ്റ്റെം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഗ്രീൻ കളറിലുള്ള ഒരു വൂളൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇത് 3 എണ്ണം ഒരുമിച്ച് വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ 3 ത്രെഡും ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ മുടിയൊക്കെ മൊടിഞ്ഞിടില്ല, അതുപോലെ 3 എണ്ണം വീതം ഒന്നിങ്ങനെ മൊടിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മൊടിഞ്ഞെടുക്കുന്ന സമയത്ത് ഇത് വളരെ ലൂസായിട്ട് നമ്മൾ മൊടിഞ്ഞെടുക്കണം. എന്നാൽ മാത്രം നല്ല വീതിയിൽ ഇത് കിട്ടുള്ളൂ. ഇപ്പോൾ എനിക്ക് ആവശ്യമുള്ള അത്രയും ഞാനിതുപോലെ മടിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് വലിയ നീളത്തിലാക്കി മടിഞ്ഞെടുത്തതാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ എഗ്ഷെല്ലും ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് എല്ലാം ഒരുമിച്ചാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ചട്ടക്കടലാസിലുള്ള പെയിൻറ്റൊക്കെ ഒന്ന് ഉണങ്ങി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ഞാനിങ്ങനെ ചുമ്മാ ഒന്ന് ഈ ഒരു എഗ്ഷെല്ലൊക്കെ ഒന്ന് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ഏത് രീതിയിലാണ് വരേണ്ടത് എന്നുള്ളത്. എന്നിട്ട് പെൻസിൽ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ടു. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇതൊക്കെ ഒരു ഒറ്റ ഭാഗത്ത് നിന്നും വരുന്ന രീതിയിലാക്കിയിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ പെൻസിൽ ഉപയോഗിച്ചിട്ട് തന്നെ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്താൽ മതി. ഇനി മാർക്ക് ചെയ്ത ഭാഗത്ത് ഒരു ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ചിട്ടാണ് ഞാൻ നേരത്തെ മടിഞ്ഞുണ്ടാക്കിയിട്ടുള്ള ഒരു വൂളൻ ത്രെഡ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് ഓരോന്നായിട്ട് നീളത്തിലാക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഇത് ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഏറ്റവും മുകളിലെ ഭാഗവും അതുപോലെ തന്നെ താഴത്തെ ഭാഗവും നമ്മൾ കട്ട് ചെയ്തിട്ടാണ് മാറ്റുക. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ നമ്മൾ മുടഞ്ഞെടുത്ത ഭാഗമൊക്കെ ഒന്നിങ്ങനെ പിരിഞ്ഞു പോവും. അപ്പോൾ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് നന്നായിട്ട് കുറച്ചുകൂടെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ഇളകാതെ അവിടെ തന്നെ നിന്നോളൂ. ഇതേ രീതിയിൽ നമ്മൾ എത്ര ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ടോ ആ ലൈനിലൂടെയൊക്കെ ഇതുപോലെയുള്ള വൂളൻ ത്രെഡ് നമ്മളൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു ഗമ്മൊക്കെ ഒന്ന് ഉണങ്ങുന്ന സമയം വരെ വീണ്ടും ഒരു 5-10 മിനിറ്റ് ഒന്നുകൂടെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇതിൽ എല്ലാ ലൈനിലും ഇതുപോലെ നമ്മൾ ഈ ഒരു വൂളൻ ത്രെഡ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം ഈ ഒരു ഗമ്മൊക്കെ ഒന്ന് ഉണങ്ങുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുക, എവിടെയെങ്കിലും ഗമ്മ പിടിക്കാത്തുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം അടുത്ത ജോലി ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കളർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു എഗ്ഷെല്ലൊക്കെ ഇതിൻ്റെ ഓരോ അറ്റത്തായിട്ട് ഇങ്ങനെ നമ്മൾ വീണ്ടും ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ആ ഒരു എഗ്ഷെല്ല് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ രണ്ടാമതായിട്ട് ചെയ്തപ്പോൾ ഒരു ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യുക. ഇതുപോലെ നമ്മൾ കളർ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ അക്ഷലും ഈ ഒരു തണ്ടിൻ്റെ അറ്റത്തായിട്ട് ഇങ്ങനെ വരുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മുട്ടത്തോടിന് പലതിനും പല വലുപ്പമായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യാന്നുണ്ടെങ്കിൽ അതൊന്ന് പൊട്ടിച്ചു കൊടുക്കണം. അങ്ങനെ പൊട്ടിച്ചു കൊടുത്താൽ പിന്നെ ആ ഒരു സൈഡിലൊക്കെ അതിൻ്റെ എഡ്ജസിലൊക്കെ നമുക്കൊരു വൈറ്റ് കളറായിട്ട് തോന്നും. അപ്പോൾ ആ ഭാഗത്തൊക്കെ നമ്മൾ ഏത് കളറാണോ ഉപയോഗിച്ചത് അത് വെച്ചിട്ട് തന്നെ ടച്ച് ചെയ്തൊക്കെ കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഒരു യുക്തിക്കനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു തണ്ടിന് എന്തായാലും നമ്മൾ ഗ്രീൻ കളർ തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് എങ്കിലും കൊടുക്കണം. പിന്നെ അതിലേക്ക് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ, അതിലേക്ക് കോമ്പിനേഷൻ വരുന്ന രീതിയിലുള്ള ഒരു കളറാണ് നമ്മൾ എഗ്ഷെല്ലിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. ഇനി ഈ ഒരു ഫ്ലവർ ബഞ്ച് നമുക്കൊരു വേസിൽ നിന്ന് വരുന്ന രീതിയിലാക്കിയിട്ട് ഒന്ന് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഒരു പേപ്പർ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. പേപ്പർ ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലൊരു ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. കുറച്ച് വലിയ പേപ്പർ ഗ്ലാസ് തന്നെ എടുക്കുക. ഏറ്റവും ചെറുതാക്കിയിട്ട് നമ്മൾ എടുത്താൽ ആ ഒരു പ്രൊപ്പോർഷൻ അത്ര ഭംഗിയായി കിട്ടൂല. ഇനി നമ്മൾ ഈ ഒരു ഗ്ലാസ് കൂടെ ഒന്ന് പെയിൻറ്റ് ചെയ്യണം. ഈ ഒരു പേപ്പർ ഗ്ലാസിൻ്റെ പുറത്തായിട്ട് മാത്രമേ കളർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതും തന്നെ ഒരു ബ്രൗൺ കളർ തന്നെയാണ് കൊടുക്കുന്നത്. അത് ഒറ്റ കോട്ടിനെ കൊടുക്കുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഒരുപാട് നല്ല ഫിനിഷിങ്ങിലായിട്ട് കൊടുക്കുന്നൊന്നുമില്ല. അങ്ങനെ ആകുമ്പോൾ ആ ഒരു കാർഡ്ബോർഡിൻ്റെ കളറിലേക്ക് അതത്ര മാച്ചായി കിട്ടൂല. അപ്പോൾ ഒരു ഗ്ലാസ്സിൽ കൊടുത്തിട്ടുള്ള പെയിൻറ്റ് കൂടെ ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ആ ഒരു ത്രെഡിൽ കൊടുത്തിട്ടുള്ള ഗമ്മൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഗ്ലാസ് നമുക്ക് ഇതിൻ്റെ അടിയിലായിട്ട് ഈ ഒരു വേസായിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്യണം. അപ്പോൾ അതിന് ഫാബ്രിക് ഗ്ലൂ തന്നെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ തന്നെ നല്ല രീതിയിൽ സ്റ്റിക്കായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വേസ് കൂടെ വെച്ച് കൊടുക്കുമ്പോഴാണ് നമ്മൾ ആദ്യം ഒരു കാർഡ്ബോർഡിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കളറൊക്കെ നല്ല രീതിയിൽ നമുക്കൊന്ന് കാണാൻ പറ്റുന്നത്. നല്ലൊരു കോമ്പിനേഷനായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി 1-2 സ്ട്രോകൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഒരു ബ്ലാക്ക് കളർ കിട്ടണം. അപ്പോൾ എന്തെങ്കിലും പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ബ്ലാക്ക് ആക്കി കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ബ്ലാക്ക് ടേപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയ സ്ട്രോ ഉപയോഗിച്ചിട്ട് നമുക്കിതിനൊരു ബോർഡർ വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ബോർഡർ വെച്ച് കൊടുക്കുന്ന സമയത്ത് 4 ഭാഗവും ഒരേ രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ സൈഡൊക്കെ ഒന്നിങ്ങനെ ചെരിച്ചൊക്കെ കട്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു സൈഡിൻ്റെ അളവൊക്കെ വെച്ച് നോക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കാർഡ്ബോർഡിൻ്റെ 4 ഭാഗത്തും ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ അതിൻ്റെ അളവൊക്കെ റെഡിയാക്കിയിട്ട് നമ്മളൊരു ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇത് വീണ്ടും ഒട്ടിച്ചെടുക്കുന്നത്.
ഇപ്പോൾ ഇതിൻ്റെ 4 ഭാഗത്തും ഈ ഒരു സ്ട്രോ വെച്ചിട്ട് നല്ല രീതിയിലൊരു ബോർഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു വേസിന് നമ്മൾ കൊടുത്ത കളറും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുള്ള ആ ഒരു കളറും അതുപോലെ തന്നെ ആ ഒരു എക്സെല്ലിന് കൊടുത്തിട്ടുള്ള ഓറഞ്ച് കളറ്, അതിൻ്റെ സെൻറ്ററിലുള്ള ഒരു വൈറ്റ് കളറ്, പിന്നെ ആ ഒരു തണ്ടിനുള്ള ഗ്രീൻ കളർ, ഇതെല്ലാം കൂടി ചേർന്നിട്ട് നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു എക്സെല്ലിന് ഇപ്പോൾ ഓറഞ്ചിന് പകരമായിട്ട് ഒരു റെഡ് കളറൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. അങ്ങനെ ആകുമ്പോൾ ഒരു സെൻറ്ററിൽ നമ്മൾ ബീഡ് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഏറ്റവും നല്ലത് ഗോൾഡൻ കളർ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഞാനത് വാളിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ ഒരു കയറ് വെച്ചിട്ട് തന്നെ ആ ഒരു വൂളൻ ത്രെഡ് വെച്ചിട്ട് തന്നെ ചെറിയ രീതിയിലൊരു ഹൂപ്പും കൂടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വാളിലൊന്ന് ഹാങ് ചെയ്തിടാം. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. നമ്മളിതിൽ കാര്യമായിട്ടൊന്നും ഉപയോഗിച്ചിട്ടില്ല, കുറച്ച് കളറ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം വേസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടെ വേണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് കൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കൂടെ വരാം. അതുവരേക്കും താങ്ക്